നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്ത വളരെ ഞെട്ടലോടെയാണ് ഞാനത് കണ്ടത്. കാരണം നമ്മളൊക്കെ വളരെ ആരാധനയോടെ നമ്മൾ നോക്കിക്കാണുന്ന വളരെ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറും പോലീസിൽ സേനയിൽ തന്നെ വളരെ അഭിമാനത്തോടെ ആ പോലീസ് ജോലിയെയും പോലീസുകാർക്കും വളരെ അഭിമാനകരമായ ഫിലിപ്പ് മമ്പാട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ പറ്റിയുള്ള വാർത്ത അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ഇപ്പം ഫിലിപ്പ് മമ്പാട് എന്ന് പറഞ്ഞ കുറെ പേർക്കെങ്കിലും അറിയായിരിക്കും. കാരണം വെറുതെയല്ല ഭാര്യ എന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ടായിരുന്നു, മഴവിൽ മനോരമയിലെ ഒരു ഇതായിരുന്നു. വെറുതെയല്ല ഭാര്യ എന്ന് പറഞ്ഞൊരു അടിപൊളി പ്രോഗ്രാം. അതായത് യങ്ങായിട്ടുള്ള കപ്പിളായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാര് പങ്കെടുക്കുന്ന നല്ലൊരു പ്രോഗ്രാം. അവരെ ഒത്തിരി ആക്ടിവിറ്റിയിലൂടെ കടന്നു പോകുന്ന നല്ലൊരു മത്സരമായിരുന്നു. ഒരു ഫാമിലിയെ തിരഞ്ഞെടുക്കുന്ന മത്സരം, നല്ലൊരു മത്സരമായിരുന്നു. അത് ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുള്ള. അതുപോലെ ഈ മമ്പാട് ഈ മമ്പാട് എന്ന് പറഞ്ഞ എങ്ങനെയാ കുറച്ചും കൂടെ കൂടുതൽ പറയുവാണെങ്കിൽ അദ്ദേഹം ഒരു പോലീസുകാരനായി SI ആയിട്ടപ്പോൾ അദ്ദേഹം സ്വയം വോളണ്ടറി ആയിട്ട് റിട്ടയർമെന്റ് എടുത്ത് സ്വയം വോളണ്ടറി ആയി റിട്ടയർമെന്റ് വാങ്ങി അദ്ദേഹം എന്താ പറയുക മോട്ടിവേഷൻ രംഗത്തേക്കും ഇതിലേക്ക് തിരികെയുണ്ടായി. കാരണം അയാൾ നല്ലൊരു പോലീസ് ഓഫീസറായിരുന്നു. അപ്പോൾ പോലീസ് ഓഫീസറിന്റെ ആ പദവിയിൽ നിന്നും വളരെ പെട്ടെന്ന് അത് വോളണ്ടറി റിട്ടയർമെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സർവീസിൽ ജോലിക്ക് ഇരിക്കുന്ന ആളുകൾ പെട്ടെന്ന് എഴുതി കൊടുക്കുക, എനിക്ക് ഈ സർവീസ് തുടരാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ റിട്ടയർ ആകുന്നതിന് മുമ്പ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചാൽ, അത് പോലീസ് ഡിപ്പാർട്ട്മെന്റോ DGP ഒക്കെ അംഗീകരിച്ച് ഗവൺമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തും. അതായത് റിട്ടയർമെന്റ് ചെയ്യുന്ന പോലെ തന്നെ തിരിഞ്ഞു പോകാൻ പറ്റും, എല്ലാ ആനുകൂല്യങ്ങളൊക്കെ കിട്ടി. അതിനാണ് വോളണ്ടറി റിട്ടയർമെന്റ്. അങ്ങനെ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നത്. നിങ്ങൾ എല്ലാവരും TV കണ്ടിട്ടുണ്ടാവും. കാസർഗോഡ് വെച്ചാണ്, ഒരു ഹോട്ടലിൽ വെച്ചാണ് ഒരു പെൺകുട്ടിയെ കൗൺസിലിംഗ് ചെയ്യാൻ വിളിച്ചു വരുത്തി എന്നാണ് ഇപ്പോൾ TV പറയുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും തെളിയട്ടെ. കാരണം അദ്ദേഹം നിരപരാധിയാണെങ്കിൽ തെളിയിക്കപ്പെടട്ടെ, അല്ലെ? ഒരു ഉദ്യോഗസ്ഥനാണ്, അല്ലെ? പോലീസ് ഉദ്യോഗസ്ഥനാണ്, നിയമം പാലിക്കേണ്ട ആളാണ്. അദ്ദേഹത്തിന് തെറ്റുപറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹത്തെ പോലെ ഒരാൾ നിയമം പരിപാലിക്കുന്ന, നിയമത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ സ്പീക്കിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കാണാറുണ്ട്. സ്വന്തം അമ്മയെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അമ്മമാരെ കുറിച്ചും സ്വന്തം അമ്മയെ കുറിച്ചുള്ള സ്നേഹം. കാരണം ഒരുപാട് താഴെക്കടയിൽ നിന്ന് വളർന്നു വന്ന ഒരു സാധാരണ പോലീസുകാരനായി കയറി ജീവിതത്തിൽ വളരെ സാധാരണക്കാരനായി കടന്നു വന്ന ഒരു പോലീസ് സേനയിൽ ഏറ്റവും താഴ്ന്ന ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് അദ്ദേഹം ജീവിതത്തിൽ കടന്നു വന്നു. വീണ്ടും SI ആയി. ജീവിതത്തിൽ പടിപടിയായിട്ട് ഉയർന്നു വന്ന, വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പേരും പ്രശസ്തിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള മാനസിക അസ്വസ്ഥമുള്ള ഒരു കുട്ടിയായിരുന്നു പറയുന്നുമുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും പുറംലോകം അറിയിട്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. വെറുതെ എല്ലാം ഭാര്യ നിങ്ങൾ ചാനലുകളിൽ അടിച്ചാൽ കിട്ടും. അതിന്റെ എപ്പിസോഡ് ചിലപ്പോൾ അതിനകത്ത് കിടപ്പുണ്ടാവും, മനോരമയിലൊക്കെ. അത്ര നല്ലൊരു വ്യക്തിയും നല്ല വ്യക്തിത്വത്തിന് ഉടനെയും ഒരുപാട് പേർക്ക് നല്ല ജീവിത ദർശനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത നല്ലൊരു വ്യക്തിയാണ് ഫിലിപ്പ് മമ്പാട് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും അത് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമുണ്ട്. അദ്ദേഹം എത്രയും വേഗം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. മറ്റൊരു വിഷയം നമുക്ക് ഇത് കണ്ടുമുട്ടാം. സാധിക്കുന്ന ലൈക്ക് ചെയ്യുക, പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.